അമേരിക്കൻ പ്രസിഡന്റായി ശ്രീ ഡൊണാൾഡ് ട്രംപ് ചുമതലയെടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയ വിഷയങ്ങളിലൊന്നാണ് H-1B വിസ. 1990-കളിൽ അമേരിക്കൻ ടെക്നിക്കൽ ലേബർ ഷോർട്ടേജിന് പരിഹാരമെന്നോണം കൊണ്ടുവന്ന ഈ H-1B വിസ ഏതാണ്ട് 35 വർഷങ്ങൾക്കപ്പുറം അമേരിക്കൻ കുടിയേറ്റത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. എന്താണ് ഈ H-1B വിസ? എന്തിനാണ് H-1B വിസ കൊണ്ടുവന്നത്? ഇനി അങ്ങോട്ട് H-1B വിസയുടെ ഫ്യൂച്ചർ എന്താണ്? നമ്മളൊന്ന് പോകുന്നത് H-1B വിസയുടെ കഥയിലേക്കാണ്. വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1990-കളിലാണ്. ആ സമയത്താണ് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് വളരെ പോപ്പുലർ ആവുന്നത്, വേൾഡ് വൈഡ് വെബ് വരുന്നത്. കമ്പനീസ് എല്ലാം വളരെ ലാർജ് സ്കെയിലായിട്ട് കമ്പ്യൂട്ടേഴ്സിനെ അവരുടെ പ്രോസസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു അഡോപ്ഷൻ ഉണ്ടായപ്പോൾ കമ്പനികൾക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്ക് മനസ്സിലായി ആ അഡോപ്ഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ലേബർ ഫോഴ്സ് അമേരിക്കയിലില്ല. അത്രയും ടെക്നിക്കൽ നോളജുള്ള ലേബർ ഫോഴ്സ് അമേരിക്കയിലില്ല. അപ്പോൾ കാലത്തിനൊത്ത് സഞ്ചരിക്കണമെന്നുള്ളത് കൊണ്ടും ടെക്നോളജിയെ ഒരിക്കലും അഡോപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടും ഈ കമ്പനീസ് അമേരിക്കൻ കോൺഗ്രസ്സിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നു. ഒരു പുറം രാജ്യങ്ങളിൽ നിന്നും ടെക്നിക്കൽ നോളജുള്ള ആൾക്കാരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വിസ സിസ്റ്റം കൊണ്ടുവരണം എന്ന് ഒരു പ്രഷർ ചെലുത്തുന്നു. അമേരിക്കയിൽ അത് വളരെ നോർമലായി നടക്കുന്ന ഒരു കാര്യമാണ്. ലോബിയിങ് എന്നാണ് പറയുന്നത്. പല കോർപ്പറേഷൻസും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്തുകയും എന്തെങ്കിലുമൊക്കെ നിയമ സംവിധാനങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ 1990 നവംബർ 20 ജോർജ് H.W. ബുഷ്, അതായത് നമ്മളറിയാവുന്ന ജോർജ് ബുഷിൻ്റെ അച്ഛനായ ജോർജ് ബുഷ് സീനിയർ H-1B വിസ പ്രോഗ്രാമത്തിൽ ഒപ്പിടുന്നു. അപ്പോൾ അതിനു മുമ്പ് അമേരിക്കയിൽ നിലനിന്നിരുന്നത് 1965 വന്ന ഇമിഗ്രേഷൻ ആക്ട്. ആ ഇമിഗ്രേഷൻ ആക്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റീയൂണിയനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് ഇപ്പോൾ അമേരിക്കയിൽ ഒരാളുണ്ട്, അയാളുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ പുറം രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ആക്ട് ഉപയോഗിച്ച് നമുക്ക് അവരുടെ ഗ്രീൻ കാർഡ് സ്പോൺസർഷിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ടേക്ക് ഓവർ നടത്തി അവരെ പിന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. ഫാമിലി റീയൂണിഫിക്കേഷൻ ആയിരുന്നു അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് വളരെയധികം കാലഹരണപ്പെട്ടു എന്നുള്ളതും പുതിയൊരു വിസ സമ്പ്രദായം, ഒരു എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് വിസ സമ്പ്രദായം കൊണ്ടുവരുന്നതിന് അമേരിക്കൻ കോൺഗ്രസ്സിന് പുറത്തൊരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. 101ാമത് അമേരിക്കൻ കോൺഗ്രസ് ആണ് ഈ ഇമിഗ്രേഷൻ ആക്ട് കൊണ്ടുവരുന്നത്, H-1B ഇമിഗ്രേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആക്ടിൻ്റെ ഫലമായിട്ട് പുറം രാജ്യങ്ങളിൽ നിന്നും ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക് സ്കിൽ സെറ്റുള്ള ആൾക്കാരെ അമേരിക്കയിലേക്ക് വിസ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു നിയമമായിരുന്നു. അപ്പോൾ ഈ H-1Bക്ക് മുന്നേ ഒരു H-1 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊന്നും സ്പെസിഫിക്കേഷൻസ് ഇല്ലായിരുന്നു. അതായത് പുറം രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരുന്നവരായിരുന്നു. പക്ഷേ എന്നാൽ H-1B വിസയിൽ ഒരു കൃത്യമായ സ്റ്റെം ഡിഗ്രിയുള്ള, ബാച്ചിലർ ഡിഗ്രിയുള്ള ആൾക്കാരെയാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആ വിസയുടെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കമ്പനികൾക്ക് വലിയ അനുഗ്രഹമായി. അതുമാത്രമല്ല, H-1B വിസ എന്ന് പറയുന്നത് അത് നിർമ്മിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയ കാലം കൊണ്ട് തന്നെ അതൊരു ഡ്യുവൽ ഇൻഡൻറ്റ് വിസയായിരുന്നു. ഈ ഡ്യുവൽ ഇൻഡൻറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ H-1B വിസയിൽ ഒരാൾ അമേരിക്കയിൽ വന്നു എന്ന് കരുതുക. അയാൾക്ക് വന്നതിന് ശേഷം അമേരിക്കയിലുള്ള ഗ്രീൻ കാർഡിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രീൻ കാർഡിന് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫാമിലി കാറ്റഗറിയിൽ നിന്നും വ്യത്യസ്തമാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് കാറ്റഗറി വഴി ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഗ്രീൻ കാർഡിൻ്റെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, നമുക്ക് വീഡിയോയുടെ ലേറ്റർ പാർട്ടിൽ കവർ ചെയ്യാം. അപ്പോൾ ഈ പ്രോസസ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ സർക്കാർ ഗ്രീൻ കാർഡ് തരും. ഗ്രീൻ കാർഡ് തന്ന് ഇത്ര കൊല്ലത്തിന് ശേഷം അമേരിക്കൻ പൗരത്വത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡ്യുവൽ ഇൻഡൻറ്റ് നേച്ചർ ഈ വിസയ്ക്ക് ഉണ്ടായിരുന്നു. മറ്റു പല വിസ പ്രോഗ്രാമുകൾക്കും ഈ ഡ്യുവൽ ഇൻഡൻറ്റ് നേച്ചർ ഇല്ലായിരുന്നു. അതായത് വരിക, ഇവിടെ ജോലി ചെയ്തിട്ട് തിരിച്ചു പോവുക എന്നുള്ള ഐഡിയോളജിയിലായിരുന്നു. ഇവർക്ക് ഗ്രീൻ കാർഡ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും അതിനില്ലായിരുന്നു. പക്ഷേ H-1B വിസ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ
ഈ ഒരു ഐഡിയയിലാണ് ക്രിയേറ്റ് ചെയ്തത്. അത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 90കളിൽ വന്ന വലിയൊരു ടെക്നിക്കൽ അഡോപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു വേൾഡ് വൈഡ് വെബിൻ്റെ അഡോപ്ഷൻ. എല്ലാ കമ്പനികളും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബാക്ക് ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ്, ഡേറ്റാബേസ് ആയാലും ശരി, അല്ലെങ്കിൽ പിന്നെ കോഡിംഗ് ആയാലും ശരി, അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളെയും സപ്പോർട്ട് ചെയ്യാനുള്ള ലേബർ ഫോഴ്സിനെ അവർ പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള കൊണ്ടുവന്ന ലേബർ ഫോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരുന്നത് നമ്മുടെ ഭാരതത്തിൽ നിന്നായിരുന്നു. അത് അന്നൊക്കെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് ഇൻഫോസിസ് പോലുള്ള കമ്പനികളായിരുന്നു. കാര്യം അവർ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് ആ ടൈം ഫ്രെയിമിലായിരുന്നു. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്ക് ആൾക്കാരെ വിസയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. ആ കമ്പനികൾക്ക് അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടായിരുന്നു. കാര്യം ഒരു ബില്ലിംഗ് റേറ്റിലാണ് ഈ റിസോഴ്സിനെ ഇവിടെ കൊണ്ടുവരുന്നത്, ഒരു മണിക്കൂറിന് ഇത്ര $1 എന്നുള്ള നിലയിൽ. എന്നാൽ ആ ബില്ലിംഗ് റേറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ എംപ്ലോയിക്ക് കൊടുക്കുകയുള്ളൂ. ബാക്കി ആ കമ്പനിയുടെ പ്രോഫിറ്റായിരുന്നു. അപ്പോൾ ഈ ഡോളറിൽ നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനും അതിൽ നിന്നും വലിയ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്യാനും ഈ കമ്പനീസിനെല്ലാം സാധിച്ചു. TCS, ഇൻഫോസിസ് എല്ലാം ആ ഒരു ലൈനിൽ വന്ന കമ്പനികളായിരുന്നു. അപ്പോൾ ഈ H-1B വിസ 90കളിൽ കൊണ്ടുവന്നപ്പോൾ 65,000 വിസ ഒരു വർഷം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിലാണ് കൊണ്ടുവന്നത്. ഒരു വർഷം 65,000 എംപ്ലോയീസിനെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം എന്നുള്ള ഐഡിയ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് വളരെ വേഗത്തിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. എല്ലാ കമ്പനീസും ആ ഒരു ടെക് അംബ്രല്ലയുടെ കീഴിൽ വന്നു. അപ്പോൾ ഈ 65,000 എന്ന് പറയുന്ന ക്യാപ്പ് വളരെ പെട്ടെന്ന് തന്നെ റീച്ച് ആവാൻ തുടങ്ങി. മാത്രമല്ല അത് സഫീഷ്യൻ്റ് അല്ലായിരുന്നു. 65,000 ആൾക്കാരെ മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അമേരിക്കൻ കമ്പനീസിന് മനസ്സിലായി. അവർ വീണ്ടും കോൺഗ്രസ്സിലൊരു സ്വാധീനം ചെലുത്തുന്നു. 98 ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. 65,000 എന്നുള്ളത് 115,000, അതായത് 1,15,000 വിസയായിട്ട് കൂട്ടും. ഇത് വീണ്ടും ഒരു 2-3 വർഷം കണ്ടിന്യൂ ചെയ്തു. പക്ഷേ തികയുന്നില്ല. വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. 2001 ആയപ്പോഴത്തേക്കും ആ കോട്ട വീണ്ടും ഒരു നിയമ ഭേദഗതിയോടുകൂടി ഇൻക്രീസ് ചെയ്തു. 1,95,000 ആക്കി. 2000 ആയപ്പോഴേ ആക്കി. 90,000 ആക്കി. എന്ന് വെച്ചാൽ 65,000 തുടങ്ങിയത് 1,95,000 ആക്കി ഉയർത്തി. ഇത് 2002-ലും 2003-ലും തുടർന്നു. വലിയ രീതിയിൽ ആൾക്കാർ അവിടെ നിന്ന് വരാൻ തുടങ്ങി. ഈ വന്ന ആൾക്കാരിൽ ഒരു 90-95% ആൾക്കാരും ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തു. അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടി. ഈ H-1B വിസ 3 വർഷത്തെ ഇൻക്രിമെൻറ്റിനാണ് കൊടുത്തിരുന്നത്. അതായത് നമ്മൾ അമേരിക്കയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു സ്റ്റാമ്പിങ് കിട്ടും. നമ്മൾ ആ വിസയുടെ പേപ്പറൊക്കെ ആയിട്ട് വരും. അത് 3 വർഷത്തേക്ക് വാലിഡ് ആയിരിക്കും. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ നമുക്കിത് സ്റ്റാമ്പ് ചെയ്യാനും പിന്നെ അതിൻ്റെ പേപ്പറൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പോകണം. അങ്ങനെ 3 വർഷത്തെ 2 ഗ്യാപ്പായിട്ട് 6 ഇയേഴ്സിലത്തേക്കാണ് വിസ അലോക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ടൈമിൽ വന്ന ആൾക്കാർക്കെല്ലാം ഈ 6 ഇയേഴ്സ് കിട്ടി. അവർ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തു. എന്നാൽ 2004 ആയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഒരു 2000 കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ടൊരു 2002-2003 ടൈം ഫ്രെയിം ആയപ്പോൾ ഒരു .com ബബിൾ ബേസ്റ്റ് ചെയ്തു. .com ബബിൾ ബേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ആ ടെക്നോളജി പ്രതീക്ഷിക്കാത്ത അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്കുണ്ടായി. എന്ന് വെച്ചാൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ ഗ്രോത്തിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് വന്നു. പല കമ്പനികളും ഉണ്ടായിരുന്നു. കോസ്കോ റീറ്റെയിൽ കമ്പനിയാണ്. ഈ പിന്നെ ഇൻ്റർനെറ്റിൻ്റെ റൗട്ടറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ പേരെനിക്ക് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷേ ആ കമ്പനിയിലോട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫൈബർ ഒപ്റ്റിക്സ് കേബിളുകൾ ഉണ്ടാക്കുന്ന കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും വിചാരിച്ചത്രയും രീതിയിൽ എക്സ്പാൻഡ് ചെയ്തില്ല. മാർക്കറ്റ് ക്രാഷായി. വലിയ രീതിയിലുള്ള പിരിച്ചുവിടലുകളും ലേ ഓഫുകളും ഉണ്ടായി. ഇത് സ്വാഭാവികമായും H-1B വിസ പ്രോഗ്രാമത്തിനെ അഫക്റ്റ് ചെയ്തു. 2004 ആയപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് വീണ്ടും ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. അതുവഴി അവർ ഈ 1,95,000 ആയിരുന്ന കോട്ട 65,000 എന്നുള്ള നിലയിലേക്ക് കുറച്ചു. ഈ 65,000 എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങിയ നിലയ്ക്ക് തന്നെ 2004 ആയപ്പോഴത്തേക്കും തിരിച്ചെത്തി. 90കളിൽ തുടങ്ങി വലിയൊരു സൈൻ വേവ് കളറൊക്കെ കഴിഞ്ഞ് വീണ്ടും അതൊരു നോർമലൈസ്ഡ് പാറ്റേണായി. അപ്പോൾ ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ H-1B വിസയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാളുടെ കൂടെ വരുന്ന ആൾക്ക് ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അന്ന് ആ ടൈമിൽ പിന്നെ ഇപ്പോൾ ഒരാൾ വരുന്നു, അയാളുടെ വൈഫ് കൂടെ വരുന്നു. അയാളുടെ വൈഫ് ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കാം. അവർക്ക് നേരെ ഇവിടെ വന്ന് ജോലി അവൈലബിൾ ആണെങ്കിലും ഒരു ചെറിയ ജോലി പോലും ചെയ്യാനുള്ള നിയമപരമായ അവകാശം ഇല്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ചില കറക്ഷൻസൊക്കെ ഉണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കഥ പറയുമ്പോൾ വഴിയെ പറയാം.
അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വലിയ രീതിയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ അഫക്റ്റ് ചെയ്തിരുന്നു. കാര്യം ഈ ആൾക്കാരൊക്കെ വരുന്നു നമ്മുടെ നാട്ടിൽ ഒരു 90s കഴിഞ്ഞപ്പോൾ വളരെ റാപ്പിഡ്ലി വിമൺ എംപവർമെൻറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പിന്നെ സ്ത്രീകൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു 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 അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചർച്ചകളും മറ്റുമൊക്കെ നടക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങിയിരുന്നു 2004 കഴിഞ്ഞപ്പോഴത്തേക്കും. എന്തെങ്കിലും മാറ്റം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് കാലത്തെ ഡിസ്കഷനും ഒരു ഒരു പൊളിറ്റിക്കൽ പുഷിനും ഒക്കെ ശേഷം മാത്രമേ സംഭവിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ള കഥയിലേക്കും പോവാം. അപ്പോൾ എന്തായാലും കഥ നിൽക്കുന്നത് 2004 വലിയ ലേ ഓഫ് നടന്നു. 65,000 H1Bയുടെ കോട്ട കുറച്ചു. 2004 വിസ ഭേദഗതി വന്നല്ലോ, 65,000 കുറച്ചല്ലോ. ആ 65,000 കുറച്ച സമയത്ത് ഒരു കറക്ഷനും കൂടെ കോൺഗ്രസ് ഈ നിയമ ഭേദഗതിയിൽ ആഡ് ചെയ്തു. അതായത് അമേരിക്കൻ വിദ്യാർത്ഥികളായി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ 20,000 വിസയും കൂടെ അലോക്കേറ്റ് ചെയ്യുന്നു. സോ മൊത്തം വിസകളുടെ എണ്ണം 85,000. അതായത് 65,000 നേരത്തെ ഉണ്ടായിരുന്നു. ഇനി അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു 20,000 വിസയുടെ കൂടെ കോട്ട. മൊത്തം 85,000 ആകും. ഈ 85,000 ചെറിയൊരു ഇതുണ്ട്. അതായത് ഈ 65,000 നിന്നും 2003 ഒരു ട്രേഡ് എഗ്രിമെൻ്റ് വെച്ചിട്ട് ഒരു 1,400 വിസ പിന്നെ ചില്ലിക്കും 5,800 വിസ സിംഗപ്പൂരിനും ഒരു പ്രത്യേക കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6,800 വിസ അവിടെ കുറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 58,000 സംതിങ് വിസ പ്ലസ് ഒരു 20,000 മൊത്തം ഒരു 78,000 വിസയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വിസ ഓരോ വർഷവും പുതിയ പുതിയ അലോട്ട്മെൻറ്റാണ് ഈ 78,000. അതായത് ഇപ്പോൾ ഒരു വർഷം 78,000 പേര് വന്നു. അവർ 3 വർഷം കഴിഞ്ഞ് റിന്യൂവലിന് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരിക്കലും ആ കൊല്ലത്തെ 78,000 അലോക്കേഷൻ്റെ കൂടെ കൂട്ടാറില്ല. എല്ലാ വർഷവും ഈ പുതിയ നമുക്കിപ്പോൾ 85,000 തന്നെ വിളിക്കാം. 85,000 പുതിയ അലോക്കേഷൻസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് എക്സംഷൻസ് ഒക്കെ കൊണ്ടിട്ടാണ്. അതായത് ഈ NGOs അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റീസ് ഇതിലൊക്കെയാണ് നമ്മൾ ജോലി എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് ഈ H1B കോട്ടയുടെ കീഴിൽ വരത്തില്ല. അതായത് ഇപ്പോൾ ഞാനൊരു പ്രൊഫസറാണ്. ഞാൻ ഇന്ത്യയിൽ വലിയ പ്രൊഫസർ ആണ്. ഞാൻ അമേരിക്കയിലോട്ട് വരുന്നു, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ വരുന്നു. എനിക്ക് H1B വിസയിൽ വരാം ആ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാനായിട്ട്. പക്ഷേ ഞാൻ പിന്നെ 85,000 അല്ലെങ്കിൽ 65,000 കോട്ടയിൽ വരത്തില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ വിസ അപ്ലൈ ചെയ്യുന്നു. ഓരോ വിസയും അപ്ലൈ ചെയ്ത് ഏതാണ്ട് ഏപ്രിൽ മാസം ആകുമ്പോഴാണ് ഈ വിസയുടെ ആപ്ലിക്കേഷൻസ് എല്ലാം എല്ലാ വർഷവും അവർ കളക്ട് ചെയ്യുന്നത്. കളക്ട് ചെയ്തതിന് ശേഷം അവർ വിസ എല്ലാം കൊടുത്തു. ഒക്ടോബർ മാസം തൊട്ട് ഈ വിസ അപ്രൂവ് ആയ ആൾക്കാർക്ക് അമേരിക്കയിലേക്ക് വന്നു തുടങ്ങാം. അപ്പോൾ വന്നു തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും എത്തും, ആ സ്ഥലത്ത് ജോലി ചെയ്യാം. അപ്പോൾ ഒരു വലിയ ഒരു ഒരു പോയിൻ്റ് ഉണ്ട് അതിനകത്ത്. അതായത് ഈ പുറത്തുനിന്ന് വരുന്ന ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്ക് അയാൾക്ക് $20,000 $25,000 സാലറി കൊടുത്താലും അതൊരു വലിയ ശമ്പളമായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നിട്ട് ഒരു വേജ് ലെവൽ നിശ്ചയിച്ചു. അതായത് നമ്മളിപ്പോൾ ഒരു ഒരു പ്രത്യേക സിറ്റിയിലോട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്കാണ് വരുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്ക് ഈ കാറ്റഗറിയിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഒരാളെ കൊണ്ടുവരാനുള്ള വിസയുടെ അല്ലെങ്കിൽ സാലറിയുടെ എമൗണ്ട് ഒരു നിശ്ചിത പരിധിയായി നിശ്ചയിച്ചു. ഒരു 10 ലക്ഷം രൂപ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ പെർസ്പെക്റ്റീവ് പറയുവാണെങ്കിൽ ന്യൂയോർക്കിൽ വന്ന് വർക്ക് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു $75,000 സാലറി വേണം. $75,000 സാലറി ഇല്ലാതെ നിങ്ങളുടെ വേജ് പെറ്റീഷൻ അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ ഇതിന് കുറച്ച് പ്രോസസ്സുണ്ട്. അതായത് H1B വിസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ എടുക്കാനായി ശ്രമിക്കുമ്പോൾ അയാൾ ആദ്യം അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. അയാൾ ഒരു വേജ് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം സർട്ടിഫൈ ചെയ്ത് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് പെറ്റീഷൻ അപ്രൂവ് ആവുന്നത്. ഈ ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, USCIS എന്ന് പറഞ്ഞിട്ട് സിറ്റിസൺസ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് പല പല ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോൾവ് ആണ്. പക്ഷേ ഈ വിസയുടെ അലോക്കേഷൻ ചെയ്യുന്നത് USCIS എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരാണ് ഈ വിസ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് നമുക്കിത് അലോക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാലം കുറേ കടന്നുപോയി. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. 2008 വലിയൊരു ഫൈനാൻഷ്യൽ ക്രാഷ് വന്നു. നമുക്കെല്ലാം അറിയാം, ഫൈനാൻഷ്യൽ മെൽഡൗൺ വന്നു. ഒരുപാട് H1B ആൾക്കാരെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ H1B വിസയിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് വരുന്ന ആൾക്കാർക്ക് സാധാരണ അമേരിക്കൻ പൗരന്മാർ കൊടുക്കുന്നത് പോലെയുള്ള ടാക്സും സംവിധാനങ്ങളും എല്ലാം കൊടുക്കണം. അതിലൊന്നും യാതൊരു എക്സെപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ആയാലും, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PF എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം.
ഈ വയസ്സായി കഴിഞ്ഞാൽ പെൻഷൻ ഇല്ലെങ്കിൽ അവരപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിയിലെ എമൗണ്ട് നമുക്ക് തരും, നമ്മൾ ഇത്രയും വർഷം കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് കൊടുക്കണം. പിന്നെ സാധാരണ 30-33% ടാക്സ് ഉണ്ട്. ആ ടാക്സ് നമ്മൾ കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സാലറി എല്ലാം വരുന്നത്. പിന്നെ സെയിൽ ടാക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2008 ഫിനാൻഷ്യൽ മെൽഡൗൺ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഫയർ ചെയ്തു. പക്ഷേ ലൈക്ക് ഞാൻ എപ്പോഴും പറയാനുള്ളത്, ലൈഫ് എപ്പോഴും ഒരു സൈൻ കർവാണല്ലോ. താഴോട്ട് പോയ ഡിമാൻഡ് 2009, 2010 ആയപ്പോഴത്തേക്കും അതുപോലെ മേലോട്ട് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ആൾക്കാരെ ആവശ്യമായിട്ട് വന്നു. അതിനോടൊപ്പം തന്നെ ഈ വിസ സംവിധാനത്തിനെ ചൂഷണം ചെയ്യാനുള്ള മാർഗങ്ങളും ആൾക്കാർ ആലോചിച്ച് തുടങ്ങി. അത് ഈ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല. ഒട്ടുമുക്കാൽ പേരും അല്ലെങ്കിൽ ഒരു 90-99% പേരും നേരായ മാർഗത്തിലാണ് വരുന്നത്. എന്നാൽ 1% ആൾക്കാർ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ യൂട്ടിലൈസേഷൻ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് 2012 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 85,000 വിസ ഉണ്ടല്ലോ ഒരു വർഷത്തെ, ആ വിസയിലെ ആ നമ്പറിനേക്കാളും കൂടുതൽ ആപ്ലിക്കേഷൻസ് അവർക്ക് കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് 1,00,000 അല്ലെങ്കിൽ 1,25,000 ഒക്കെ ആപ്ലിക്കേഷൻസ് അവർക്ക് കിട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ കൊല്ലം മുതൽ അവർ ലോട്ടറി സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ലോട്ടറിയിലിട്ട് സെലക്ട് ചെയ്ത് 85,000 പേരെ സെലക്ട് ചെയ്യും. അപ്പം ഈ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാര്യം അമേരിക്കയിൽ പഠിച്ച സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഒരു 20,000 വിസ ഉണ്ടല്ലോ, ആ ലോട്ടറിയിൽ പോകും. അപ്പോൾ 20,000 പേർക്ക് കിട്ടും. കിട്ടാത്ത ആൾക്കാർ പിന്നെയുള്ള ഈ 65,000 ജനറൽ കാറ്റഗറിയിലോട്ട് പോകും. അപ്പോൾ അവർക്ക് 2 ലോട്ടറി ചാൻസ് ഈ ഇവിടെ F1 വിസയിൽ അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പഠിച്ച ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു അമേരിക്കയിൽ. അപ്പോൾ ഇത് ഈ പിന്നെ ലോട്ടറി വന്നതോടുകൂടി ആദ്യം കുറച്ച് പരിങ്ങിലായി നമ്മുടെ ആൾക്കാരൊക്കെ. ഇത് എന്താണ് സംഭവിക്കാമെന്ന് അറിയത്തില്ല. മാത്രമല്ല ഒരു വലിയ വിഭാഗം ആൾക്കാർ അമേരിക്കൻ വരിക എന്ന ലക്ഷ്യവുമായിട്ടാണ് IT സർവീസസിലോട്ട് അല്ലെങ്കിൽ IT മേഖലയിലോട്ട് ജോലിക്ക് വന്നു തുടങ്ങുന്നത്. അത് നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാര്യം ഈ വളരെ നമ്മൾ കേരളം എന്നുള്ള സംസ്ഥാനത്തിന് പുറത്ത് പോയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ റൂറലായിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ജനറേഷണൽ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ വന്ന് ഒരു ഹൈ ഇൻകം ആയിട്ടുള്ള ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുക, ഒരു ഇൻകം കിട്ടുക, ഒരു വലിയ വലിയ രീതിയിൽ സെറ്റിൽഡ് ആവാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമുക്ക് ഒരിക്കലും അവരെ ആ രീതിയിൽ നമുക്ക് ഒരു കുറ്റവും പറയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഈ വിസ പിന്നെ എന്താ പറയുക, ഈ ലോട്ടറി സ്റ്റാർട്ട് ചെയ്തു. ഈ ലോട്ടറിയോടൊപ്പം തന്നെ ഈ വിസ കഴിഞ്ഞ്, അതായത് നമ്മളിപ്പോൾ ലോട്ടറി സെലക്ട് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ ലോട്ടറി സെലക്ട് ആയി, നമ്മുടെ പേപ്പേഴ്സൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. നമ്മളെല്ലാം കമ്പനിയാണ് കൊടുക്കുന്നത്. നമ്മൾ കമ്പനി നമ്മളോട് പറയാം, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നമ്മൾ SLC സർട്ടിഫിക്കറ്റ് കൊടുക്കും. നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരും, നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും. എല്ലാം കോപ്പിയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇൻഫോസിസ്, TCS, വിപ്രോ, കോഗ്നിസൻ്റ് അങ്ങനെ എല്ലാ കമ്പനീസും ഈ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരിതെല്ലാം എടുക്കും. അമേരിക്കൻ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ വിസ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്യും. അവരതെല്ലാം റിവ്യൂ ചെയ്യും, ചെക്ക് ചെയ്യും. ചിലപ്പോൾ അവർക്ക് തോന്നും ഇത് ശരിയല്ലല്ലോ, ഇതിൻ്റെ അകത്തൊരു ഒരു പിന്നെ എന്തോ മിസ്സിങ് ആണല്ലോ എന്ന് പറഞ്ഞാൽ അവർ ഒരു RFE ഇഷ്യൂ ചെയ്യും. RFE ആണ് റിക്വസ്റ്റ് ഫോർ ഫർദർ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റിക്വസ്റ്റ് ഫോർ ഫർദർ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഈ കമ്പനി സബ്മിറ്റ് ചെയ്യണം. അതായത് ഒരുപക്ഷെ ഒരു ക്ലയൻറ്റിന് പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പ്രോജക്റ്റ് എത്ര നാളുണ്ട്, എന്ത് പ്രോജക്റ്റാണ്, അങ്ങനെയുള്ള അഡീഷണൽ ഡീറ്റെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും. അപ്പോൾ അതെല്ലാം സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ചുമയാണ്. ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പേപ്പർ അയക്കും, നിങ്ങളുടെ വിസ അപ്രൂവ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കമ്പനി ഈ പേപ്പർ നേരെ നമ്മളായി തരും. നമ്മൾ ഈ പേപ്പർ വാങ്ങിച്ചിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്ത ആൾ ഈ പേപ്പർ വാങ്ങിച്ചിട്ട് നേരെ US കോൺസുലേറ്റിൽ പോകണം. ഇന്ത്യയിൽ 3 ഉണ്ട്, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത അങ്ങനെയൊക്കെ ഉള്ളത്. അവിടെ പോയി നമ്മുടെ പാസ്പോർട്ടും ഒക്കെ പോയിട്ട് അവിടെ വെച്ച് അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ടിൽ വിസ അടിച്ച് സീൽ ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. നമ്മുടെ ഈ വിസയും വാങ്ങിച്ചിട്ട് നമുക്ക് അമേരിക്കയിലോട്ട് ട്രാവൽ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഈ പ്രോസസ്സ് ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈനിൽ പറയുമ്പോഴും ഇതത്ര സ്ട്രീം ലൈൻഡായിട്ട് എപ്പോഴും നടക്കാറില്ല. ഇടയ്ക്ക് കുറേ ബംസും ഒക്കെ വരും. ചിലപ്പോൾ വിസ പെറ്റിഷൻ റിജക്റ്റ് ആവും, ലോട്ടറി പിക്കാവില്ല, 2ാമത്തെ തവണ ലോട്ടറിയിൽ അപ്ലൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 2014-15 ആയപ്പോൾ ഈ H1B ആൾക്കാരുടെ എണ്ണം
അമേരിക്കയിൽ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വലിയ ഇമിഗ്രേഷൻ ചർച്ചാ വിഷയമായിട്ട് അല്ലെങ്കിൽ കുടിയേറ്റ ചർച്ചാ വിഷയമായിട്ട് അവരുടെ പൊളിറ്റിക്കൽ സർക്കിളുകളിൽ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പല കമ്പനീസും അല്ലെങ്കിൽ ചില കമ്പനികൾ അമേരിക്കയിൽ ഈ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരും. അപ്പോൾ ആൾക്കാരെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവർക്ക് വളരെ കുറച്ച് സാലറി കൊടുത്താൽ മതിയായിരിക്കും ഇവിടെ ഉള്ള ആൾക്കാരെക്കാൾ. ഈ കുറച്ച് സാലറി ഉള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നേരത്തെ ഇവിടെ ഇരുന്ന ആൾക്കാരെ ഫയർ ചെയ്യുക എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിവിടെയുള്ള നേറ്റീവ് പോപ്പുലേഷനകത്ത് ഒരു വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കി. ഇത് ചീപ്പ് ലേബർ വേറെ രാജ്യത്തുനിന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇത് ചെയ്യുവാണ് എന്നുള്ള, ഞങ്ങളെ പറഞ്ഞു വിടുവാണ്, ഞങ്ങളുടെ ജോബ്സ് സ്റ്റീൽ ചെയ്യുവാണ് എന്നുള്ള ഒരു എലമെൻറ്റ്, ഒരു ഡിസ്കഷൻ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ കുറച്ച് സത്യമൊക്കെ ഉണ്ട്, എല്ലാം സത്യമൊന്നുമല്ല. കാര്യം ഈ H1B ആയിട്ട് വരുന്ന ആൾ ഈ എക്കണോമിയിലോട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇവിടുത്തെ എക്കണോമിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മറുവശത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു പിന്നെ ജോബ് എടുക്കുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് വേറൊരു വലിയ തലവേദന ഈ H1Bക്കാരായ ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വർഷം എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രീൻ കാർഡ് അമേരിക്ക 1,40,000 മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ 1,40,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു നിശ്ചിത ശതമാനം എന്നുള്ള നിലയിൽ പകർത്തു കൊടുത്തിരിക്കുകയാണ്. അതൊരു പ്ലേസ് ഓഫ് ഒറിജിനാണ്. ഒരാൾ ജനിച്ച സ്ഥലം വെച്ചാണ് അയാൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നത്. ഇപ്പം നേപ്പാളിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യയിൽ ജനിച്ച ഒരാളെക്കാളും വളരെ വേഗത്തിൽ ഗ്രീൻ കാർഡ് കിട്ടും. കാര്യം ഏത് സ്ഥലത്ത് ജനിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനൊരു 2008, 2009 വരെയൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഈ മെൽറ്റ് ഡൗൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ പീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്ന ആൾക്കാരെല്ലാം ഗ്രീൻ കാർഡ് പെറ്റീഷന് അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു വർഷം ഇന്ത്യക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 15,000 ഗ്രീൻ കാർഡേ കിട്ടുള്ളൂ. ഈ 1,40,000 കോട്ടയിൽ നിന്നും ഇന്ത്യക്ക് കിട്ടുന്നത് ഒരു 15,000 അപ്പോൾ ഇതിനകത്തൊരു വലിയ ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1,00,000 പേര് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. 2010 1,00,000 പേര് ഗ്രീൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, H1B വിസ വന്ന ആൾക്കാർ. അപ്പോൾ അതിൽ നിന്നൊരു 15,000 പേർക്ക് ഒരു ഗ്രീൻ കാർഡ് ഇഷ്യൂ ചെയ്തു. പിന്നെ ഉള്ളത് ഒരു 85,000 പേരാണല്ലോ. ഈ 85,000 പേര് ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഈ 2011 ആകുമ്പോൾ വീണ്ടും 1,00,000 പേര് അപ്ലൈ ചെയ്യും. ഈ 1,00,000 പേര് ശരിക്കും ഈ 85,000 ആൾക്കാരുടെ ക്യൂവിൻ്റെ ബാക്കിലാണ്. ഒരു ക്യൂ ആയിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ 2011 അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഈ ക്യൂവിൻ്റെ ബാക്കിൽ വരും. അപ്പോൾ വീണ്ടും 2011 ഒരു 15,000 പേർക്ക് കൊടുക്കും. അതേതാണ് 2010 കിട്ടാതെ വന്ന 85,000 15,000 പേർക്കാണ് കൊടുക്കുന്നത്. 2012 ആകുമ്പോഴും വീണ്ടും 1,00,000 പേര് അപ്ലൈ ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നീട് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏതാണ്ട് ഇല്ലാതായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് 3 കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത്. EB1, എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് 1, EB1, EB2, EB3, അങ്ങനെ 3 കാറ്റഗറീസാണുള്ളത്. ഇതിൽ EB1 ഒരു പരിധി വരെ കറണ്ടായിരുന്നു. കറണ്ടെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്നു, ഒരു വലിയ താമസമൊന്നുമില്ല, ഒരു 6-7 മാസത്തിനുള്ളിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു വർഷം 2 വർഷമാണ് ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. EB2, EB3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2014 അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ക്യൂവിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഏതോ ഒരെണ്ണത്തിന് 2015 മറ്റോ ആണ്, അത് 12 കണ്ടാണെന്ന് തോന്നുന്നു, അതിൽ ക്യൂവിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതായത് ഈ 2018, 2020, 2021 അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് നോക്കണ്ട. അതൊന്നും അവർക്കൊന്നും എന്തെങ്കിലും ഒരു വലിയ രീതിയിലുള്ള നിയമപരമായ ചേഞ്ച് വന്നു എന്നുള്ളതല്ലാതെ ഇവർക്ക് ഗ്രീൻ കാർഡ് എന്നുള്ള ഒരു സ്വപ്നം പോലുമില്ല. അപ്പോൾ പല ആൾക്കാരും ഈ വിസ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ അവിടെ ഗ്രീൻ കാർഡ് ആയില്ലേ എന്ന് ചോദിക്കും. ശരിക്കും H1 വിസയിൽ വന്ന ആൾക്കാർക്ക് ഗ്രീൻ കാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് ഒരു 2015 ശേഷം വന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ പരിപാടികളൊക്കെ ചെയ്തൊക്കെ ഗ്രീൻ കാർഡ് കിട്ടിയാലേ ഉള്ളൂ. നേരായ മാർഗ്ഗത്തിൽ കൂടെ ഉണ്ടെങ്കിൽ കിട്ടാനായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ആശ്വാസം എന്നുള്ളതുപോലെ ഒരു നിയമ ഭേദഗതി എനിക്ക് തോന്നുന്നു 2016 വരുവാണെന്ന് തോന്നുന്നു. അതായത് ഈ കൂടെ വരുന്ന ആൾക്കാർക്ക് ജോലി ചെയ്യാം എന്നുള്ള ഒരു നിയമ ഭേദഗതി വരുന്നു. ഈ ഗ്രീൻ കാർഡ് പ്രോസസ്സിൽ ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ കൂടെയുള്ള, അതായത് സ്പൗസിന് ആൾക്കാർക്ക് വർക്ക് ചെയ്യാം
എന്നുള്ള ഒരു സ്പൗസിനാണ് ബേസിക്കലി കൂടെയുള്ളതല്ല. സ്പൗസായ ആൾക്കാർക്ക് ഇപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്കൊന്നും വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു നിയമം വരുന്നു. അതൊരു വലിയ വിജയമായിരുന്നു. കാര്യം ഒരുപാട് ആൾക്കാർ, ഇഷ്ടംമാതിരി ആൾക്കാർ പഠിച്ച് നല്ല ജോലിയൊക്കെ കളഞ്ഞു വന്ന ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറി. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വർക്ക് ഫോഴ്സ് എൻട്രൻസ് അവർക്ക് ഇതിനകത്ത് തുറന്നു കിട്ടി ഈ ഒരു സംവിധാനത്തിലൂടെ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ H1B ഒരു വലിയ പ്രോബ്ലമായിരുന്നു. അവിടെ പ്രധാന പ്രശ്നം അമേരിക്കയിലുള്ള ആൾക്കാരെ ഫയർ ചെയ്തിട്ട് വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു, കുറഞ്ഞ ശമ്പളത്തിന്. പക്ഷെ പിന്നീട് പല സ്റ്റഡീസും പ്രൂവ് ചെയ്തു അത് തെറ്റാണ്. ശരിക്കും നേറ്റീവായിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ശമ്പളം കൊടുത്താണ് H1Bയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ബിക്കോസ് അവരുടെ സ്കിൽ സെറ്റൊക്കെ ഓരോ കാറ്റഗറിയിലും വരുന്ന ആൾക്കാരുടെ സ്കിൽ സെറ്റിനനുസരിച്ചാണ് അവരുടെ സാലറി. കാലിഫോർണിയയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള സാലറിയാണ് പല കമ്പനീസ്, നെറ്റ്ഫ്ലിക്സും ഫേസ്ബുക്കും ആമസോണും ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴും ഈ H1B വന്ന പോപ്പുലേഷൻ്റെ അളവ് വളരെയധികം കൂടുന്നുണ്ടായിരുന്നു. നിലവിൽ 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും അടുത്ത് H1B വിസയിലുള്ള ആൾക്കാർ അമേരിക്കയിലുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇമിഗ്രേഷൻ പ്രോബ്ലമായി മാറിയിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈബൽ നേച്ചറാണ് ആൾക്കാരുടെ. നമുക്കത് അമേരിക്കക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഒരുപാട് ബംഗാളികൾ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത് ഇവർ ബംഗാളികളാണ്, ഇവർക്ക് നമ്മുടെ അത്രയും ഇതൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നുമില്ല എന്ന രീതിയിൽ ചിന്തിക്കാറുണ്ട്. അവർക്ക് ഒരു മാനുഷികപരമായ വില കൊടുക്കാതെ അത് ഒരു ട്രൈബൽ നേച്ചറാണ്. അതായത് നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ എല്ലാം ഒരുപോലെ, നമ്മൾ സൗത്ത് ഇന്ത്യൻസ് എല്ലാം ഒരുപോലെ, പല രീതിയിലുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ട്രൈബൽ കൾച്ചർ അതിൽ നിന്നാണ് ഇവോൾവായി വന്നത്. നമ്മൾ മനുഷ്യൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രൈബായിട്ട് നിൽക്കുകയും പിന്നീട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് എവിടെയും ഫോളോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അമേരിക്കൻസ് ഒരുപാട് പേര് നിൽക്കുമ്പോൾ പുറത്തു നിന്ന ആൾക്കാരെ അവർക്ക് ഒരു ഭീഷണിയായി മാറുന്നു, അതിനെ ഹാൻഡിൽ ചെയ്യണം. പിന്നെ ഒരുപാട് പഴുതുകൾ ഈ വിസ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് ഇന്ത്യയിലുള്ള ചില ആൾക്കാരും ഒക്കെ ഇതിനെ വളരെയധികം, ഞാൻ തന്നെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അത് വളരെ മോശമാണ്, നമുക്കതിനെ ഒരിക്കലും ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഈ സിസ്റ്റത്തിലുള്ള പഴുതുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും അതിനൊരുപാട് പേര് ദോഷം ഉണ്ടാക്കുകയും ഇന്ത്യക്കാർ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പല സ്ഥലത്തും പോലീസൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല വിസ ഫ്രോഡും വിസ തട്ടിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോലീസ് അറസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊരു വലിയ വിഷയമായി വന്നിട്ടുണ്ട്. ഈ ഏറ്റവും അടുത്തായിട്ട് വന്ന ഈ 100,000 ഫീസ്, അല്ലെങ്കിൽ ഏതാണ്ട് എത്ര ഒരു 90 ലക്ഷം, അതായത് 90 ലക്ഷം വരുന്ന അത്രയും ഫീസ് കൊണ്ടുവരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ആരും പുതിയ H1 വിസ ഇന്ത്യയിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരണ്ട എന്ന് വെച്ചിട്ടാണ്. അതായത് ഇനി H1 വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നീ ഇവിടെ ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് H1 അപ്ലൈ ചെയ്യാം. അല്ലാതെ നീ ഇന്ത്യയിലുള്ള ഒരാൾ, നിനക്ക് അമേരിക്കയായിട്ട് ഒരു ബന്ധവുമില്ല, നീ ഇന്ത്യയുടെ IT കമ്പനി ജോലി ചെയ്യുവാണ്, നിനക്ക് അവിടെ നിന്ന് നേരെ H1 വിസ അപ്ലൈ ചെയ്ത് അമേരിക്കയിലോട്ട് വരാനുള്ള ഒരു പഴുതങ്ങ് ക്ലോസ് ചെയ്തതാണ്. സാധാരണഗതിയിലുള്ള കമ്പനീസ് ഒന്നും ഈ 100,000 ഫീസ് കൊടുത്ത് വിസ റൈസ് ചെയ്യാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പിന്നെ എക്സെപ്ഷണൽ ടാലൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക്, ആമസോൺ പോലുള്ള കമ്പനികളൊക്കെ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ഏതെങ്കിലും IIM IIT പോയിട്ട് കിടിലമായിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ റിക്രൂട്ട് ചെയ്യുമ്പം അവർക്ക് കൊടുക്കുന്ന സാലറി തന്നെ വല്ല $500,000 $600,000 ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു വിസയ്ക്ക് 100,000 ഫീസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് വലിയ സംഭവമൊന്നുമില്ല. അതൊക്കെ ഒരു എന്താ പറയുക, പെന്നീസ് എന്ന് വേണമെങ്കിൽ പറയാം, വലിയ വലിയ കമ്പനീസ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എക്സ്ട്രീംലി ഹൈ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. അല്ലാതെയുള്ള ആൾക്കാർക്ക് ഇനി അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് H1B വിസയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി മാറും. പിന്നെ ഇനി അങ്ങോട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ വിസ പ്രോഗ്രാമത്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെയധികം ചേഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
എൻ്റെ ഒരു അനുമാനം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഒരു കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പൈപ്പിലൊരു ലീക്കുണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിലെ പ്ലംബിങ്ങിൻ്റെ പൈപ്പിലൊരു ലീക്കുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ മെയിൻ വെള്ളം വരുന്ന ടാപ്പ് അടയ്ക്കും. കാരണം വെള്ളം വന്നുകൊണ്ടിരുന്നാൽ ലീക്ക് കൂടിക്കൊണ്ടിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ടാപ്പ് അടയ്ക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഇൻഫ്ലോ അവർ ഈ 100,000 ഫീസ് കൊണ്ടുവരുന്നത് ഇതിപ്പം ഒരു വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിന്നീട് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്ത് വേണോ ചെയ്യാം. 100,000 ഫീസ് കൊണ്ടുവരുന്നത് വരെ ഇതങ്ങ് ബ്ലോക്ക് ചെയ്ത് അങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്ലോ വരില്ല. ഇനി ഞാൻ ലീക്ക് ഫിക്സ് ചെയ്യാൻ പോവാണ്. ആ ഒരു അപ്രോച്ചിലാണ് ഇതിനെ കാണേണ്ടത്. ഇതത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ ടാക്റ്റിക്കലായിട്ട് ചിന്തിച്ച് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ H-1B വിസയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇന്ത്യൻ ടെക്നോളജി കമ്പനീസ് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ H-1B വിസ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എംപ്ലോയീസിനെ കൊണ്ടുവരാനും ഒക്കെ. അപ്പോൾ അവരുടെ റവന്യൂ സെക്ടറിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. ഈ H-1B ഫീസ് വന്നതിന് ശേഷം ഇന്ത്യയിലെ ടെക് സ്റ്റോക്കുകളൊക്കെ ഡൗൺ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് മേൽ അത്തരത്തിലുള്ള ഒരു പ്രഷർ കൂടെ ഉണ്ട്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അമേരിക്കയായിട്ടൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത്. പക്ഷേ ട്രംപിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഇമിഗ്രേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലുള്ള പൊളിറ്റിക്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. വരും നാളുകളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ ഈ വിസ ഉള്ള ആൾക്കാർ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞ 3 വർഷത്തെ ഒരു ടൈം പീരീഡാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാം. എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പേപ്പർ നമുക്ക് കിട്ടും. ആ പേപ്പർ മേടിച്ചിട്ട് നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഈ ഡ്രോപ്പ് ബോക്സുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ നേരെ പോയി ഈ പാസ്പോർട്ടും ഈ വിസയുടെ പേപ്പറും എല്ലാം കൂടെ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വിസയുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട, പാസ്പോർട്ട് മാത്രം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ പാസ്പോർട്ട് എല്ലാം കൂടെ കളക്ട് ചെയ്ത് കോൺസുലേറ്റിലോട്ട് അയച്ച് അവിടെ നിന്ന് സ്റ്റാമ്പ് ചെയ്ത് നമുക്കിങ്ങ് വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഒരാൾക്ക് അധികം ജോലിയില്ല. അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് പോയിട്ട് കൊടുത്താൽ മാത്രം മതി. ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്, ഡ്രോപ്പ് ബോക്സ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ വളരെ ഈസി ആയിരുന്നു. ഈ ട്രംപ് സർക്കാർ വന്നതിന് ശേഷം ആ ഡ്രോപ്പ് ബോക്സ് സംവിധാനം കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. ഇപ്പോൾ ഡ്രോപ്പ് ബോക്സ് ഇല്ല. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞ് എക്സ്റ്റൻഷൻ കൊടുത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാൾ കോൺസുലേറ്റിൽ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ റെയിൽവേക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട്. നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്. ഈ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ അത് ഒരു ദിവസത്തെ വിസ പ്രോസസ്സ് അല്ല. അവിടെ പോയിട്ട് വേറെ ദിവസം പോയിട്ട് ഫിംഗർ പ്രിൻറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് മൊത്തത്തിൽ ഒരു എക്സ്റ്റെൻസീവ് ടൈം എടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രോസസ്സ്. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം ഈ H-1B വിസയുമായി ബന്ധപ്പെട്ട് വരാം. പുതിയ നിയമങ്ങൾ വരാം. എന്തായാലും വരും ദിവസങ്ങളിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കുടിയേറ്റ വിഷയമായി തന്നെ H-1B വിസ വരും എന്നതിൽ തർക്കമില്ല. അപ്പോൾ H-1B വിസയും അതിൻ്റെ ചരിത്രവും കറൻ്റ്ലി ഉള്ള സിറ്റുവേഷന് എന്തായിരിക്കാം ഫ്യൂച്ചർ എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു നോളജ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.